ഗജാനനം ഭൂതഗണാതിസേവിതം കപീത്തജംബുവലസാരദക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗം ഗണപതായേ നമഃ. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമസമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നീ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേ, വാണിമാധവീ വണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുത നാവിന്നേ നടഞ്ചനെ കേണാങ്കിനേ തഥാ കാനിനേ ദിഗംബരം. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിതനിൽ തിരമാലകളെന്ന പോലെ. ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വില്ലും കുഴിയെ കുലച്ചു വലിച്ചതു ഭല്ലിക വൃന്ദാന്തവും വല്ലാതെയായതു. ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞ തൽക്ഷണം അങ്കദനോടി വന്നേടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താൻ ഏകനായി ചെന്ന് നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്ത് അവനോട് ജാതമോദം സുമിത്രാജഞ്ചൊല്ലിനാൻ. ഗച്ഛവത്സ ത്വം പ്രത്യവനെ കണ്ടു ചൊല്ലി ഇച്ഛതകാരം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളത് ചെയ്തു മിത്രത്തെ വഞ്ചിച്ചാൽ അർത്ഥവിളംബിതം വരും. ഉഗ്രനാമഗ്രജൻ എന്നോടൊരു ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേശ്വരാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു. സുഗ്രീവന് ഉൾക്കാമ്പില്ലെങ്കിലതേ വരൂ എന്നൊരു ചെയ്തു ചെന്നു പറയുന്നു. ചെന്നതു കേട്ടോരു ബാലീതനേനും തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതു നിൽക്കുന്നു. ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനീ കാപയെ ഭാഗം കളഞ്ഞു വന്ദിക്ക. ചെന്നാപത്തല്ലായികളുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു. മന്ത്രി പ്രവരണമാരിത് തന്നോട് ചിന്തിച്ചു. ചുലിനാങ്കതിനോട് കൂട്ട അന്തികെ ചെന്നു വന്ദിക്ക സുമിത്രിയെ സ്വാതന്ത്ര്യം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരുക. ശാന്തനായ സുമിത്ര തനേനെ മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോൾക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനെ പോകണമാശു നീ. താരേ മനോഹരേ ലക്ഷ്മണം തന്നോടെ ചാരത്തുനിന്ന് കോപത്തെ ശമിപ്പിക്കുക. സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിഞ്ഞു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷപാപത്തെയും നീക്കണം. ഇത്തമാർക്കാത്മജം വാക്കുകൾ കേട്ടവൾ മധ്യാകാംക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൽ. താരാധനയും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്തകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനം ചൊല്ലിനാൻ. എന്തു പുറത്തുപാകെ നിന്നു ഉരുളവാനന്ദപുരത്തിൽ അമ്മ അറിഞ്ഞെഴുന്നള്ളുവണം. അരാജ്യതാരങ്ങളെയും നഗരാഭയും രാജാ സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം
നാഥനെ കണ്ടു വണങ്ങിയ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോട് മന്ദം നടന്നതു. യൂതന്മാർ നടന്നിടും മണിമയ സൗത്യങ്ങളും പുരിശോഭയും കണ്ട് ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷിയെ ചെന്നു മാനിച്ചു തിന്ന നേരത്തു കാണായി വന്നു. താരേഷു തുല്യമുഖിയായ മാനിനി താരാജക മനോമോഹിനി സുന്ദരിയിൽ ലക്ഷ്മി സമാനായി നിൽക്കുന്ന തന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതിയെ മന്ദസ്മിതം ബോർഡു ചെന്നാളഹോ തവ മന്ദിരമായി ഇതെന്നറിഞ്ഞില്ലയോ. ഭക്തനായ എത്രയും ഉത്തമനായ തപാഭക്തനായ ഒരു കവീന്ദ്രനോടിങ്ങനെ കോമുണ്ടായാൽ അവനെന്തോരു ഗതി. ചാവല്യമേറുവിജാതികൾ കോർക്കണം മാർക്കിട വീരൻ ബഹുകാലമുണ്ടല്ലോ. ദുഃഖം അനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലം ആവശ്യപക്രമയ പരിരക്ഷിതനാകിയ സൗഖ്യം കിളർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദശാരഥേ. ഭക്തപരായണ നാനാദിഗംബരം തോറും വരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രദൂതന്മാരെ വിട്ടുതു. 10 ദിക്കിനും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു. കാൺകൂടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നർത്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാം ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം പുത്രകളത്രമിത്രാനിതനാകിയ ഭൃത്തനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു. കാര്യമുമാശു സാധിക്കുകമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെ കണ്ടു. സത്രവം വിത്രസ്തനായ സുഗ്രീവനും സദ്രമുദ്ധാനവും ചെയ്തു വന്ദിച്ചു. മാത്രനായ വിഹാലിതേക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാ നീര്യകു സത്തമൻ തന്നെ പറഞ്ഞതെന്തിങ്ങനെ വൃതാരിപുത്രനെ കൊന്നാശരമാര്യ പുത്രൻ കരസിതമെന്നുമറിയുക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്ന് നാഥൻ അരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചെന്നതു കേട്ടതിന് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാം. ഇത്തമരുൾ ചെയ്വതിനെന്തെന്തു കാരണം ഭക്തനേറ്റവും പുരുഷോത്തമെങ്കിൽ കവി സത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസമെന്നീ വാനരപുങ്കവൻ വിസ്തൃതനായിടുക ഇളയതും വിസ്മയം അമ്മാര് കണ്ടില്ലയോ ഭവാൻ. വേഗേന നാനാധികം തരത്തെങ്കിൽ നിന്നാഗതനായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷനെ സാധിക്കൂ മാമയമെന്നീ വാനരനായകൻ. മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും ആരുടെ ലജ്ജനായി നിൽക്കും ദശാന്തരെ സുർഗീവനർക്ക പാദാധ്യയന പൂജ ചെയ്താഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിന ശ്രീരാമദാസോകമഹം ധരാകുവ കാരുണ്യലേശന രക്ഷിതാനത്യ ഞാൻ ലോകത്രയത്തേഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമൂർത്തി സഹായമാത്രം ഞങ്ങളേവരും നന്ദിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാൻ കഴിഞ്ഞവനോട് ചൊല്ലിനീടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതു മെക്കേ ശമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കിൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞതു ഞാനിടോ. വൈകാതെ പുക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമിടൂ. സുഗ്രീവൻ ശ്രീരാമസന്നിധി. അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം എങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാബ്ജനുമായി ഭേരി മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗ ദൈരാഖ്യമഞ്ജസ വാനരസേനയോടും ദദാ ചാമരത്തേതാ തപ്ത്രവ്യഞ്ജനമാവാൻ സമസാമര സൈന്യനാം ഖണ്ഡലിനെ പോലെ രാമം തിരുവടി ചെന്നു കാൺമതിനാമോദമോട് നടന്നു കപിവരൻ. ഗഹുരദ്വാരശിലാതലേ വാഴുന്ന വിഹലമാനസം ചീരാചിതന്നധരം ശ്യാമം ജടാമകുടോജനം മാനവം രാമം വിശാല വിലോലവിലോചനം ശാന്തം മൃദുസ്മിതം ചാരുമുഖാൻഭുജം കാന്തവിര സന്തത്തം മനോഹരം കാന്തമൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദുരാൽ കബീവരൻ കബീവരൻ തേരിൽ നിന്നാശുവാഴ്ത്തിറങ്ങിയിടാൻ വീരനായൊരു സൗമിത്രിയൊടുന്നതാ ശ്രീരാമപാദാരവിന്ദകേ വീണു പൂരിച്ച ഭക്തിയ നമസ്കരിച്ചിടാൻ ശ്രീരാമദേവനൻ വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുറന്നേടിനാൻ. സൗഖ്യമല്ലി ഭവാനുര ചെയ്തിടൂ നൈക്യഭാവേനെ പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്താൾ ആദിത്യപുത്രനും പ്രീതി കൊണ്ടാൻ തുലോം. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചെന്ന നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നുതിർക്കൻ പാർത്തരുളേണമാതിരാൽ തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കോരു മാർക്കിടവീരരീ കാണായതൊക്കവേ നാനാ ജല സംഭവന്മാരിവർ നാനാ സരിദീപശൈല നിവാസികൾ
പർവ്വതതുല്യ ശരീരകളേവരും ഉർവീപതേ കാമരൂപികളത്രയും ഗർവം കറന്ന നിശാചരന്മാരുടെ ദുർവീരമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരീവരാകിയ ദേവാരികളെ ഒടുക്കും ഇവരെനീ കേജിൽ ഗജ ബലമാരതിലുണ്ട് താൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട് കേജീതമിത പരാക്രമമുള്ളവർ കേജി മൃഗേന്ദ്രൻ സമന്മാരറിഞ്ഞാലും കേജീൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ കേജിൽ കനക സമാന ശരീരകൾ കേജേന രക്താന്ത നേത്രം ധരിച്ചവർ കേജിന ദീർഘവാലാത്മരതാപരെ ശുദ്ധ സ്ഫടിക സംഘാശ ശരീരകൾ യുദ്ധവൈദഗ്ധം ഇവരാരോളമില്ലാർക്കും നിങ്ങളിൽ പങ്കജത്തിങ്കിൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ട് കപീബലം മൂലഫലധല പക്കാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകജ്ഞാരികാരളെന്ന നിർണയം ദേവദേവേശ്വരി കുലപൊങ്കവ ഋഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കരാസംഭ പുത്രനീവനല്ലോ കോടി ഭല്ലുക വൃന്ദാധപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവനൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജാനീശാശസംഭവൻ നീലൻ ഗജൻ ഗവൻ ഗവാഷൻ ദീർഘവാലാദി പൂണ്ടവൻ മൈന്ദൻ വിവീതനും കേസരി മാരിതാതൻ മഹാബലി വീരൻ പ്രമാതിശരവൻ സുശേഷണൻ ശൂരൻ സുമുഖൻ രതിമുഖൻ ദുർമുഖൻ ശേതൻ വലിമുഖൻ ഗന്ധമാതരം താരൻ വൃഷഭൻ നളൻ വിനേതൻ മമ താരതനേന മങ്കാതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊന്നു വാനതല്ലാതോളമുണ്ടല്ലോ വേണുനന്ദൻ ഇവരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിതം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാസുനേത്രാംബുജത്തോടു അന്തർഗതമരു ചെയ്തു സാദരം മൽക്കാല് ഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോ തീർത്യവം കുരുഷ നീ ജാനകീ മാർഗാർത്ഥം നിയോഗിക്ക നീ വാനരവീരേ നാനാദിശീ സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചു നാലിതിക്കെങ്കിലും 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായികമാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് ഉത്തന്നമാർ പലരും പോയി തിരയണം അങ്കിതൻ ജാമ്പവാൻ മൈന്ദനും വിവിധനും തുങ്കം നളനും ശരഭൻ സുശേഷനും വാതാത്മ്യം ശ്രീ ഹനുമാനുമായി ചെന്നു ബാധ ഒഴിഞ്ഞുടൻ കണ്ടു വന്നിടണം 30 നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാശി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരം തന്നാണേ നിർണയം 4 കൂട്ടത്തോടും ഇതം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയിച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗതോത്തമനും ഇരുന്നിടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതു വായുധനേനും അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവുന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഹേ രാമനാമങ്കിതമാങ്കുലിയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്ക് പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാശിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വ്രതാരിപുത്രധനേനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മാർക്കണസേനാപതികളുമായി ദ്രുതം നഗര ഗ്രാമപ്രദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തത്രൈവ തിരിഞ്ഞതീ സത്രം നീളെ നടക്കും ദശാന്തരേ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൂക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതീ ക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ പങ്ക്തി മുഖനല്ലിവനെന്നു മനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ സ്വയം പ്രഭാഗതി അന്ധകാര്യാരണ്യമാശു പൂക്കിടിനാൻ അന്തരാദാഹവും വർദ്ധിച്ചതേറ്റവും ശുഷ്ക കണ്ടോഷ്ടതാലു പ്രദേശത്തോടും മാർക്കുട വീരരുണങ്ങി വരണ്ടൊരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണായി വിധിവശാൽ
വല്ലീത്രണഗണാച്ഛന്നമായോ നദി ലില്ലായല്ലി ജലമെന്നോർത്തതു നിൽക്കുമ്പോൾ ആർദ്ര പക്ഷകൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം അതിലിതുണ്ടെന്നു നിർണയം, എല്ലാവരും നാം അതിലിറങ്ങിയിടുക എന്നു പറഞ്ഞു. ഒരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൽ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞത് ഇരുട്ടുകൊണ്ടന്നേരം അന്യോന്യം ഒത്തുകയ്യും പിടിച്ചാവൂലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്ന് അതീവ ദൂരം തത്ര കണ്ടിതു. മുന്നിൽ അമ്മാറി തന്നെ ദേശസ്ഥലം സ്വർണാമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ട് മണിമയമാരിയാലാപൂർണകളായ ദിവവിശുദ്ധമായി പക്വാഫലങ്ങളാ നമ്മറങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രൂമതുല്യമായി പീയൂഷസാമയ മധുദ്രോണ സംയുത പെയ്യ പശ്ചാന സംഗീതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനാവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരുരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതിയായി പാവകജ്വാല സമാപകല നദീ പാവനിയായ മഹാഭാഗിയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു ഉണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്നതോ പറയണമെങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാറുന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടു. ഒരു വായുധനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ, വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയാറുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കിൽ അയോധ്യാൻ ഉത്തമനായുണ്ടോ ഒരു പൂരിഭൂതലേ, അത്തത്രേവാണു ദശരഥനാ നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമഞ്ജേഷൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നതു മറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മേദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസിനിചാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനുമാകും അനുജനും ഭാമിനി തന്നെ തിരിഞ്ഞു നടക്കുമ്പോൾ അർക്കമജനായ സുഗ്രീവനെ കണ്ടു. സഹിക്കുകയും ചെയ്തു തമ്മിൽ അന്യോന്യമായി. എന്നിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനും രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമാരാഞ്ഞു സീതയെ കണ്ടുവരികയൊന്നു. വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലായിടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗൗഹരം പോക്കിയെന്നറിയാതെ ദേവി വൈശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല, നേരെ അരുവ് ചെയ്യുക വേണമെന്നതും ശുഭേ. യോഗിനി താനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൽ, പക്കഫല പൂന ജാലങ്ങളൊക്കവേ ഭക്ഷിച്ച അമൃതാപനം ചെയ്തു തൃപ്തരായി. ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമാവൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൂക്കൂ ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവ്വം അഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിന, വിശ്വമോഹിന രൂപണിയായ വിശ്വകർമാത്മജാഹേമ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുദ്ദേതു ശേഖരം തന്നെയതു മൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരം. ദിവ്യ സംവത്സരായണമായുധം ഉത്സവം പൂണ്ടു വസ്റ്റാളിഹ പുരാ തത്സഹി ജ്ഞാനിഹ നാമനാ സ്വയം പ്രഭ. സന്തതം മോശമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാവിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിതു ഗഹേമിയും. നിർമ്മലാഗാത്രി എന്നോട് ചൊല്ലിനാൽ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. നേത്രായുഗ വിഷ്ണു നാരായണം ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാത് വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമേ പത്നിയെ കട്ടുകൊള്ളൂ മതി ക്രൂരനായിടും ദശാനനകാലം. ജാനകിയെ ദേവി അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി.
ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാ ബലനെ സ്തുതിച്ചാൻ വരും തവ മുത്തീപദം യുവഗമ്യം സനാതനം. ആകയാൽ ഞാൻ ഈ ശ്രീരാമദേവനെ വേഗനകാന്മതനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൽ സത്വരം പൂർവ്വസിതാടവിപൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസുതി. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നദ്ധി പൂക്കളാദീദ്രുതം. ലക്ഷ്മണ സുഗ്രീവദേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യാപദാ പ്രദക്ഷിണം. ഭക്ത്യാ സദ്ഗതം രോമാഞ്ച സംവിധം നത്യാ മുഹൂർമുഹു സുത്താ ബഹൂവിധം. ദാസീതവാഹം ലഘൂപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ. കാൺമതിനായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപുശ്ചെയ്തിടിനേ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യൂതനൂനം ഫലിതം രഘൂപദേ. ആദ്യനായൊരു ഭമന്തം നമസ്യാമി. വേദനല്ലാരുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥം സർവഭൂതേഷാഭി സന്തമലക്ഷ്യമാദന്ത്യഹീനം പരം. മായായി അവനികച്ഛനായി വാഴുന്ന മായാമയനായ മനുഷ്യവിഗ്രഹം. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാ അതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യമാർ ദുഃഖമർത്തിക്കിയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയ ഞാനെന്തറിയുന്നതും. സച്ചിന്മേൻ തവ തത്വം ജഗത്രേ കച്ചിത് പുരുഷനറിയും സുഹൃതനാനുവം തവേദം സദാപാതു മാനസേ. താപസാന്തിസുതം താപത്രയാവഹം നാരായണ തപസീ പാദവർദർശനം. ശ്രീരാമമോഷേകദർശനം കേവലം ജന്മമരണഭീതനാമദർശനം. സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാദി വിഭൂതി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമ ഇത് ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനായ നമാം. സ്വാമാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായതേ നമാം. വേദാത്മകം കാമരൂപീണമീശാനമാദിമാത്യാദിവർജിതം സർവത്ര മന്യേസ്വം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിയാഞ്ഞിടാവും. മർത്യവിടംബരം ദൈവത്തെ ചേഷ്ടം ചിത്തെ നിരൂപിക്കലെന്താറിവാവതും. തന്മായാപിഹിതാമാക്കൾ കാണുന്നു ജന്മേനായ ഭവാനേ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത്ത നിർമ്മലാത്മാവാം ഭവാനാവസാന്തരേ. ദേവതീരംഗാമനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിന്മഹാമായ വിടംബനം നന്നെയും കൽമഷഹീന കർണാതിദേവി പോ. മേദിനി തന്നെ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൽക്കഥാപീഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നതു ചിലർ. മറ്റും ചിലരക ചൊല്ലുന്നതു ഭുവി. കോസലഭൂപതി തന്നെ കോരതപോബല സിദ്ധയെ നിർണയിക്കുന്നു ചിലർ പറയുന്നതും. കൗസല്യയാൽ പ്രാർത്ഥനമാനായിട്ട് മൈഥിലി ഭാഗ്യ സിദ്ധിക്കുന്നതു ചിലർ. സൃഷ്ടാവ് താൻ അപേക്ഷിക്കാൻ വന്നിഹ ദുഷ്ടനിശാവച്ചരവശം വംശമൊടുക്കുവാൻ മർത്തിനായി വന്നു പിറന്നതു നിർണയം. വൃത്തിയിലെന്നു ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നതു. ഭൂപാലനാശത്തിനെന്നതു ചിലർ. നന്മത്തെ ഋഷ്യധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുലത്തെങ്കിൽ പിറന്നതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നു ദിവ്യമുനി. ജനമൊന്നും തിരിച്ചറിയാവതുമെല്ലാമേ യാതൊരു തൊന്തൽ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണാമത്തെ കടന്നിടുവോൻ. കാൺമാമനു നിൻപാത പങ്കേരുകം. തന്മഹാമായ ഗുണബദ്ധനാകിയ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതു മഹം. ശ്യാമളം കോമളം ബാണധനൂർധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവമുഖ്യ കവികുല സേവിതം അഗ്രേ ഭമന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമ. രാമചന്ദ്രായ നമസ്തോയ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണും മംഗളാവാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തിയായ യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേന ഹന്തഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവൾ പറഞ്ഞിടിനാൽ. ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കണം. തൽപാദ ഭക്തിയെ കിളക്കമുണ്ടാകാതിരിക്കണം. തൽപാദ ഭക്തവൃത്തേഷു ഭംഗം പുനരുൾപ്പൂവിൽ എപ്പോഴും ഉണ്ടാ
ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാഞ്ജനങ്ങളിൽ സംഗമമേകഥാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമാപദേ രമിക്കണമെൻ മാനസം. സീതാസുമിത്രാജ്ഞരാനിതം രാഗമം പീതവസ്ത്രം ചാപബാണാസനാദരം ചാരുമകുടാകടകടി സൂത്രാഹാര മകരമണീയ കുണ്ടലാനൂപര ഹേമഗന്ധാതി വിഭൂഷണ ശോഭിതാരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായതു സംഘമുള്ള ഒരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോട് ചാരുമന്ദസ്മിതം മുടരുളി ചെയ്തു. ഏവം ഭവിക്കതെനക്കു മഹാഭാഗേ ദേവി നീ പോക ബദ്രാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്ക പരാത്മനി കേവലേ തിരും ജനമരണ ദുഃഖങ്ങളും ശ്രുത്യാരഘൂത്തമവാക്യാമൃതം മുതാഗത്ത തദൈവ ബദ്രാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നിടണം നാരായണപദം പ്രാപിച്ചിതവ്യവം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. പൂർവം രാമതപോവനാദികാഗമനം ഹൃദ്യാമൃതം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലിനിഗ്രഹം സമുദ്രതരണം രംഗാപുരിദഹനം പശ്ചാൽ രാമന കുംഭകർണമദനം ഇന്ദ്രസ്യ രാമായണം കല്യാണശീലവത നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബലാലതാ പൂണ്ടുതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാം. ശ്രീവില്യാതിനാഥകരുണാകരനാം ചന്ദ്രം ഭജേ. സ്വസ്തി പ്രജാവിപരിപാലയന്താം ന്യായേന മാർഗേണ മഹേ മഹേശ. ഗോബ്രാഹ്മണേഭ്യഃ ശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസ്തേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രദേശഭാവ കരോമി സകലം പരസ്മൈ ശ്രീമന്നാരായണേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമതാം ദേവനാരായണ നമസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദശാരാണി ച ന്യൂനാനി ചാതിരക്താനി ശമസ്യ പുരുഷോത്തമാ. ഹരി ഓം. ഈ രാമായണ വായന കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ.